എടാ ദിസ് ഈസ് ഇതിൻ. എടാ ഞാൻ മെയ്യഴകൻ ഞാൻ കണ്ടു കേട്ടോ. കുറേ നാളിന് ശേഷമാണ് ഞാൻ റീവാച്ച് ചെയ്യണം. കുറേ നാളെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ അതിൻ്റെ ആ OTT വന്ന സമയത്ത് ഞാൻ കണ്ടതാണ്. അതിനുശേഷം ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. നെറ്റ്ഫ്ലിക്സിലുണ്ട്, അങ്ങനെ റാൻഡമായിട്ട് ഞാൻ കണ്ടതാണ്. എന്ത് ഫീലല്ലേ അത് എന്ന് പറഞ്ഞാൽ ആ ഒരു എഴുതി വച്ചേക്കുന്നത്, അത് എഴുതിയത് അതേപടിക്ക് പടച്ചു വെച്ചേക്കുന്നത് കിട്ടില്ല സാധനം. എനിക്കിതിൽ എനിക്കൊരു വിഷമം അന്നും ഇന്നും ഉള്ളതെന്ന് വെച്ചാൽ എനിക്കിത് തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കില്ല, എല്ലാവരുടെ അടുത്തും ഒരേ മോഡിൽ പാസം പിടിച്ചിരിക്കണ കാർത്തിയും താൻ ആരെന്നോ തൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്നോ താൻ പണ്ട് എങ്ങനെയായിരുന്നെന്നോ ഒരു ദിവസം നാട്ടിൽ വന്നപ്പോഴാണ് ഇത്രയും അറിയണത്. അത് തിരിച്ചറിയണ അരവിന്ദ് സ്വാമി. ഇവർ രണ്ടുപേരുടെ ഇടയിൽ ബോണ്ട്, താൻ ആരാണെന്ന് പോലും അറിഞ്ഞുകൂടാത്ത രീതിയിൽ തന്നെ പറ്റി എല്ലാം പറയുന്ന കാർത്തി. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു സീക്വൻസ് എല്ലാം കിടിച്ചു പോകണം. പ്രത്യേകിച്ച് എനിക്കിഷ്ടപ്പെട്ടതും എന്ന് പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോണതുമായിട്ടുള്ള ഒരു ഷോട്ടാണ് അതിൽ. മറ്റേ റിസപ്ഷനിൽ അനിയത്തിയെ കാലിൽ മറ്റേ കൊലുസ് കെട്ടി കൊടുക്കണം. എന്ത് കിടിലമാണ് അത്. എന്ന് വെച്ചാൽ ഈച്ച് ആൻഡ് എവരി സീക്വൻസ് ആർ കിടു. അതിപ്പം എൻ്റെ ഫേവറേറ്റ് സീനാണ് ഒന്ന് ആ റിസപ്ഷനിലുള്ളത്. പിന്നെ ഇവർ രാത്രി പല സ്ഥലങ്ങളിൽ ഇരുന്നായിട്ട് എന്ന് വെച്ചാൽ കള്ളുകൂടിയും കഥ പറച്ചിലും പാട്ടൊക്കെ പാടി മറ്റേ ഡാൻസൊക്കെ ചെയ്ത് പോകണമെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഇത് എന്ന് വെച്ചാൽ ഭയങ്കര ഫീലാണ്. ഈവൻ ആ ഒരു ക്ലൈമാക്സിൽ അവർ അത്ര ഇമോഷണലായിട്ട് സംസാരിക്കണമെങ്കിൽ പോലും എന്ന് വെച്ചാൽ കാർത്തി എല്ലാം ലൈക്ക് ഒരു കൂൾ മൈൻഡിലൊക്കെ അങ്ങനത്തെ എടുക്കുന്ന ഒരു ക്യാരക്ടർ. സോ അങ്ങനെ കുറേ നാളിരുന്ന് കണ്ടു. എന്ന് വെച്ചാൽ എനിക്ക് ഒരു തരി പോലും എനിക്ക് ലാഗ് തോന്നിയിട്ടില്ല. അത് അന്നും തോന്നിയിട്ടില്ല, ഇന്നും തോന്നിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ആ രീതിയിലാണ് ഇതിൻ്റെ ഡയറക്ടർ പടച്ചു വിട്ടേക്കുന്നത്. സോ കണ്ടപ്പോൾ എന്തായാലും എനിക്ക് അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി. അപ്പോൾ അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ അബൌട്ട് റീവാച്ച് തോട്ട്സ്.